ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു മിനി കേക്ക് ഉണ്ടാക്കാം. അപ്പൊ രണ്ട് വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഒരെണ്ണം കപ്പ് കേക്ക് പോലെ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ ചോക്ലേറ്റ് പാലില് അലിയിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മള് കുഴിപ്പനിയാരൊക്കെ ഉണ്ടാക്കില്ലേ, ആ കുഴിപ്പനിയാരത്തിന്റെ ഇതിൽ അടുപ്പിൽ വെച്ച ചോക്ലേറ്റ് കേക്ക്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്നത് ചോക്ലേറ്റിന്റെ പീസാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. വായു വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഒരു അര കപ്പോളം ചോക്ലേറ്റ്, അര കപ്പ് നല്ല ചൂടുള്ള പാലില് ഇതുപോലെ അലിയിച്ചെടുത്ത് ഒരു ഡബ്ബയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ആ പാത്രം അവിടെ ഇരിക്കട്ടെ കേട്ടോ, നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് പാല്, 1/4 കപ്പ് ഓയില്, 3/4 കപ്പ് പഞ്ചസാര അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് മൈദ 1 കപ്പ്, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് ഉപ്പ് മിക്സിയുടെ ജാറിലോട്ട് നന്നായി അടിച്ചെടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കപ്പ് കേക്കിന്റെ കടലാസ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ബാറ്റർ, പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റിന്റെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നത് അതും കൂടിയും ചേർത്ത് സെന്ററിൽ വെച്ച് അതിന്റെ മേലെ മുകളിൽ വീണ്ടും ബാറ്റർ ഒഴിച്ച് ആണ് ചെയ്തത്. ഫസ്റ്റത്തെ വീഡിയോ ഡിലീറ്റ് ആയി പോയി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തത്. കണ്ടില്ലേ, ഇതാണ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ബാറ്റർ ഒഴിക്കുക, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റിന്റെ ആ മിക്സ് എടുത്ത് സെന്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിന്റെ മുകളിലോട്ട് വീണ്ടും ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കുക. അത് എന്നിട്ട് ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ, അടുപ്പിലും അത് 20 മുതൽ 25 മിനിറ്റ് വരെ. കണ്ടില്ലേ, അതിതുപോലെ ചോക്ലേറ്റ് ഒക്കെ പുറത്ത് വന്ന് നല്ല സോഫ്റ്റി ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കണ്ടില്ലേ, ഉള്ളിൽ ചോക്ലേറ്റിന്റെ ആ ബാറ്റർ ഒന്നും പറയാനില്ല, അவ்வளோ ടേസ്റ്റാണ്. ഇത് ഒരു സ്റ്റെപ്പ്. ഇത് നമ്മൾ കപ്പ് കേക്ക് മാതിരി ഉണ്ടാക്കണത് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് കുഴിപ്പനിയാരം, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണ അച്ചില്ലേ, അപ്പൊ അതിലുണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ ബാറ്റർ ചോക്ലേറ്റ് ഒക്കെ അലിയിച്ച് വെച്ചില്ലേ, അതേ ഡബ്ബയിലേക്കാണ് എടുക്കുന്നത്. 1/4 കപ്പ് ഓയില്, 1/4 കപ്പ് നല്ല ചൂടുള്ള പാല് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് നല്ല ചൂടുള്ള പാല് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക വിസ്ക് വെച്ച്. ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചർ വേണം, അതിൽ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മളുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കൂലേ, കുഴിപ്പനിയാരം ഉണ്ടാക്കൂലേ, ആ തട്ടെടുക്കുക, കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മളത് ഇതുപോലെ പീസുകളാണ് വെച്ച് കൊടുക്കണം. കണ്ട, ചോക്ലേറ്റിന്റെ ഓരോ പീസുകൾ വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കേക്കിന്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കും. ഇങ്ങനെ കഴിക്കുമ്പോൾ വേവിച്ച് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ, ഇത് ബേക്ക് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ മൂടി വെച്ചിട്ട്
ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. മറിച്ചിട്ട് തന്നെ അപ്പം തന്നെ എടുത്തുകൊള്ളണം, കാരണം അല്ലെങ്കിൽ ഹാർഡായി പോകും. കണ്ടില്ലേ, ഇത് നമ്മളുടെ ചോക്ലേറ്റ് ഒന്നും പുറത്തേക്ക് വരില്ല, കാരണം അത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, ചോക്ലേറ്റ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ തന്നെ മെൽട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് അടിപൊളി ടേസ്റ്റാണ്. പാക്കിങ് ഒക്കെ കഴിഞ്ഞു. ഓരോ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മക്കളുടെ ഫ്രണ്ട്സിനായിട്ട്. ഇതിപ്പോൾ എങ്ങനെ പൊളിക്കുമ്പോൾ കാണാം അങ്ങനെയാണ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 2 തരം, അതായത് കപ്പ് കേക്ക് നമ്മൾ ഓവനിലും അടുപ്പിൽ വെച്ച് ചെയ്യണതും കണ്ടു, അതുപോലെ അടുപ്പിൽ വെച്ച് മാത്രം ഉണ്ണിയപ്പം ഉണ്ടാക്കണ അച്ചിൽ ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് അടിപൊളി നല്ല സോഫ്റ്റി നല്ല ജ്യൂസി വരണ മാതിരി, ചോക്ലേറ്റ് ഉള്ളിൽ നിന്ന് ജ്യൂസി വരണ മാതിരി അടിപൊളി ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ആദിലക്ഷ്മി കിച്ചന് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ ഫ്രണ്ട്സ്.